بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله سيدي قلة حيلتي أدرك. ഏറ്റവും സ്നേഹാദരങ്ങളുള്ള സാധാരണ ആലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഖിദ്മയിലെത്തി ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് വിജയം വരിക്കുമാറ് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. നമ്മുടെ റേഞ്ച് സമ്മേളനത്തോടനുബന്ധിച്ച് 2 ക്ലാസുകൾ അതിന്റെ ആമുഖമായി നടക്കേണ്ടതുള്ളതാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് രണ്ടാമത് നടക്കാനുണ്ട്. അതിൽ നമ്മളും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കേണ്ടതാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന മുഅല്ലിമീങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ ആശയവിനിമയം, അതാണ് നമ്മുടെ ടോപ്പിക്. അത് സംബന്ധമായ പല കാര്യങ്ങളും നേരത്തെ 1-2 ക്ലാസുകളിലൊക്കെ ഞാൻ തന്നെ സൂചിപ്പിച്ചതാണ്. റേഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് അത് വീണ്ടും ഒന്നുകൂടി ചില ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സംവദിക്കുന്നു എന്ന് മാത്രം. ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. മുഅ്മിനീങ്ങൾക്ക് അത് ഉപകരിക്കുമെന്ന നിലക്ക് എനിക്ക് സ്വയവും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ അല്പസമയം നമ്മുടെ മുമ്പിൽ വെച്ച് 4 മണിക്ക് നമ്മുടെ 2ാമത്തെ സെഷൻ ആരംഭിക്കണം. അതിന്റെ മുമ്പ് അസർ നിസ്കാരവും ചായ കുടിയും ഒക്കെ തീരണം. അപ്പൊ ആ നിലക്ക് തന്നെ ഇൻഷാ അല്ലാഹ് അതിനെ ഞാൻ അവസാനിപ്പിക്കുമെന്ന് ആദ്യമേ നിങ്ങളുടെ മുമ്പാകെ ഞാൻ അറിയിക്കുകയാണ്. ആശയവിനിമയം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് നടക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് എന്തായിരിക്കും? അത് ആശയം ഉണ്ടാകും. അത് പിന്നെ അറിയാം. മുമ്പിലിരിക്കുന്നവരോട് ഞാൻ ചോദ്യം അതുകൊണ്ടാണ് എനിക്ക് വേറൊരു സ്വഭാവം. മുന്നിലിരിക്കാൻ പഠിക്കണമല്ലോ. എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അപ്പൊ ചോദ്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് നീണ്ടുപോയേക്കും. ആശയം ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്. മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃത്യമായി ചില ആശയങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ആശയ സംവേദന സാധ്യതകൾ നൽകിക്കൊണ്ടാണ്.
ഇനി വരുന്ന ഉസ്താദ് ഇതിലൊക്കെ നിങ്ങൾ ഒഴിവാക്കി ഇങ്ങനെ അതുണ്ടാക്കണം. വീട്ടിലാവുമ്പോൾ നമ്മുടെ ഹൈ കോണ്ടാക്ട് നഷ്ടപ്പെടും. അപ്പോ ആശയം വിനിമയം ചെയ്യപ്പെടാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായ സാധ്യതകൾ മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മറ്റിതര ജീവജാലങ്ങളിലും അങ്ങനെ ഉണ്ട് അല്ലേ? ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയും, നമ്മൾ വല്ല വർത്താനൊക്കെ പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പല്ലിയുണ്ടല്ലോ, മൂപ്പരിങ്ങനെ പൊക്കണ നമ്മൾ പറയും ശരിയാണ്, പല്ലി വരെ സമ്മതിച്ചിട്ടുണ്ട്. സത്യത്തിൽ പല്ലി ആശയവിനിമയം നടത്തിയത് നമ്മളോടല്ല. നിങ്ങളാ പറഞ്ഞത് ശരിയാണ് എന്ന് പല്ലി നമ്മളോട് ആശയവിനിമയം നടത്തിയതല്ല, മറിച്ച് പല്ലിയുടെ സഹോദരിയോട് എന്ത് ചെയ്തതാണ്? ഇണചേരുന്നതിനുള്ള പെർമിഷൻ ആവശ്യപ്പെട്ടതാണ് എന്നാണ് ജന്തുശാസ്ത്രം പറയുന്നത്. ഇണചേരാനുള്ള സമയത്ത് പല്ലികൾ എന്ത് ചെയ്യും? അത് ഇരിക്കുന്ന ഭാഗത്തേക്ക് സ്ത്രീകളായ പല്ലികൾ പുരുഷന്മാരായ പല്ലികളെ വിവരമറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കൊക്കുന്നത് എന്നാണ് പറയുന്നത്. അഥവാ അവരിലും ഇത് നടക്കുന്നുണ്ട്, അനിവാര്യമായ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. കോഴികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികളെ കാക്കയോ പരുന്തോ ഒക്കെ പിടിക്കാൻ പറ്റുന്ന സമയത്ത് ഒരു പ്രത്യേകമായ സൗണ്ട് ഉണ്ടാവും അല്ലെ? ആ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും? ഓടി വന്നിട്ട് ഇവയുടെ ആ ചിറകുകൾക്കടിയിലേക്ക് വിളിക്കും. രണ്ടു തരം ശബ്ദം ഉണ്ടാക്കും. കോഴികളെ ശ്രദ്ധിച്ചറിയാം, പിടക്കോഴികൾ രണ്ടു തരത്തിൽ ശബ്ദം ഉണ്ടാക്കും. ഒരു തരത്തിലുള്ള ശബ്ദം കേട്ടാൽ നമുക്കൊരു പക്ഷേ മനസ്സിലാവില്ല, കോഴിക്കുഞ്ഞുങ്ങളെ ഫോണിൽ നിന്ന് കുത്തിക്കൊടുക്കാൻ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ റെഡിയാക്കിയിരിക്കുന്നു, വന്ന് കഴിച്ചോളൂ എന്നുള്ള ക്യാൻറ്റീനിലെ ബെല്ലാണ്. രണ്ടാമത്തെ ശബ്ദത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു ശബ്ദം, അല്പം വ്യത്യാസം അതിന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം. ഉടനെ എന്ത് ചെയ്യും? ശത്രുപാളയത്തിൽ പട തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളവർക്ക് കോഴികളൊക്കെ കൂടി കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് ഇതിന്റെ ചിറകിനടിയിൽ വിളിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ എല്ലാ വിഭാഗത്തിനിടയിലും ചെന്നുണ്ട് അങ്ങനെയുള്ള ആശയ വിനിമയങ്ങൾ നടക്കുന്നു. എന്നാൽ മനുഷ്യരായ നമ്മളിൽ അങ്ങനെയല്ല. ഇത്തരം അനിവാര്യമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട സിഗ്നലുകൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ അങ്ങിരിക്കുന്ന ഏതു ആശയത്തെയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയ സംവേദന സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരാശയം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അഥവാ ഇവിടെ ഉള്ള ഒന്നിനെ അവിടേക്ക്, ആ പാത്രത്തിലേക്ക് അതിനെ എത്തിക്കപ്പെടണം. അതാണ് പ്രധാനം. മുഅല്ലിം എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയും അത് തന്നെയാണ്. നമ്മുടെ കൈവശമുള്ള ആശയത്തെ, ഞാനത് വിശദീകരിക്കാത്തത് നേരത്തെ ആ ആശയത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ആശയം ഇതിൽ പറയുന്നത് ആശയം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം സലീമിൽ നിന്നാണ്. ക്ലാസ്സിൽ പോകുന്നതിന്റെ മുമ്പ് എന്ത് വേണം, എന്താണ് ഇന്ന് ക്ലാസ്സിൽ എടുക്കേണ്ടത് എന്ന ആശയം ഉസ്താദിന്റെ മനസ്സിൽ സ്പഷ്ടമായി ഉണ്ടായിരിക്കണം. അപ്പോഴേ സംവേദനം ചെയ്യുന്നതും വലിക്കുള്ളൂ. എന്താ പറയേണ്ടതെന്ന് ആലോചിച്ച് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചു പോന്നാൽ എന്താവൂല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുകയില്ല. അപ്പൊ എന്താണ് നമ്മൾ പറയേണ്ടത് എന്ന് നമ്മുടെ അടുത്ത് ഉണ്ടാകണം. അത് ഞാൻ നേരത്തെ തന്നെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞതുകൊണ്ട് ആ ഭാഗം ചെയ്തില്ല. കഴിഞ്ഞു പോയ 2 മണിക്ക് മുതൽ 2:45 മണി വരെയുള്ള സമയത്ത് പറയേണ്ടത് ഞാൻ ഒഴിവാക്കിയത്. കാരണം നമ്മൾ 30 മണിയിൽ ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആശയങ്ങളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം എങ്ങോട്ട് പോകാൻ, ക്ലാസ്സിലേക്ക് പോകാൻ. അങ്ങനെ ഇന്നതാണ് ഇന്ന് ക്ലാസ്സിൽ എടുക്കേണ്ടത് എന്ന് നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ രണ്ടാമതായി കടന്നു വരുന്ന ഒരു ഭാഗമാണ് എങ്ങനെയാണ് നമ്മൾ അതിനെ സംവേദനം ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പം എവിടെയാണുള്ളത്? നമ്മുടെ കയ്യിലാണ് ആ ആശയം ഉള്ളത്. ഇനി നമ്മുടെ മുമ്പിലുള്ള ആളുകളിലേക്ക് ആ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യണം? എത്തിക്കണം. അത് കേട്ടാൽ മാത്രം പോരാ, അതുകൊണ്ട് മതിയായിരുന്നു. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കേട്ടാല് സംഗതി ആശയ സംവേദനം നടക്കുന്നുണ്ടോ? ഇല്ല. ആശയത്തെ കൈമാറ്റം നടക്കുന്നില്ല. അങ്ങനെ കേട്ടിങ്ങനെയാണ് പോകും. നമ്മളെ ചില വാദ പരമ്പരകളിലൊക്കെ നടക്കുന്നത് പോലെ ജനങ്ങൾ പലപ്പോൾ ഒരുപാട് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. ആ ഒരുമിച്ച് കൂടിയ ജനങ്ങളിലേക്കൊന്നും ഈ പ്രസംഗം ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കേവലം ഗാനമേള എന്നതിന്റെ അപ്പുറത്ത്
ഏശിയിട്ടുണ്ടാവില്ല. അങ്ങനെയല്ല വേണ്ടത്. മദ്രസ ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആശയത്തെ മദ്രസയിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏശുന്ന രൂപത്തിൽ, അവരിലേക്ക് അത് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? സംവേദനം ചെയ്യപ്പെടണം. അതാണ് പ്രധാനം. അവരിൽ അത് ഉൾക്കൊള്ളപ്പെടണം എന്നതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെവി കൊണ്ട് കേൾക്കുകയും പേനകളെ കൊണ്ട് എഴുതി വെക്കപ്പെടുകയും പരീക്ഷകൾക്ക് പകർത്തപ്പെടുകയും ചെയ്യുന്ന സംവേദനം അല്ല എവിടെ നടക്കേണ്ടത്? മദ്രസകളിൽ നടക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്ലാസ് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അതാണ്. പലപ്പോഴും നമ്മുടെ മദ്രസകൾ ആ ഒരു തലത്തിലേക്ക് ചെയ്യുന്നത് ചുരുങ്ങി പോകുന്നുണ്ട്. നമ്മൾ ക്ലാസ് വെക്കുന്നു, അർത്ഥവും മറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുന്നു, പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങി അവർ വിജയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് നടക്കുന്നില്ല? നമ്മുടെ മദ്രസയിലേക്ക് പാഠപുസ്തകം തയ്യാറാക്കിയവർ, നമ്മുടെ ജമഇയ്യത്തുൽ മുഅല്ലിമീൻ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആശയ സംവേദനം എവിടെ നടക്കുന്നില്ല? മദ്രസകളിൽ നടക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? യഥാർത്ഥമായ തനിമയാർന്ന ഇസ്ലാമിന്റെ ആശയങ്ങളെ ഈ കുട്ടികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പക്വരാകണമെന്നാണ്. അപ്പൊ നമ്മുടെ ആശയ സംവേദനം നടക്കേണ്ടത് എന്തിനാണ്? അത്തരത്തിൽ ആ കുട്ടികൾ മാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടി. നമ്മുടെ ആശയ സംവേദനങ്ങൾ നടക്കേണ്ടത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിനോട് പ്രസംഗിക്കുന്നമായി ക്ലാസ് എടുത്ത് പ്രസംഗിച്ചു പോയിട്ട് അതിന്റെ ക്ലാസ് എന്തോ ഒരു രസമാണ് അല്ലെ എന്ന് പറഞ്ഞത് കൊണ്ട്, ഇതുപോലെ നമ്മളൊക്കെ പ്രസംഗം കഴിഞ്ഞ് പോരുന്ന സമയത്ത് നമുക്ക് പറയില്ലേ, നല്ല രസം എന്നൊക്കെ പള്ളി എന്താ അല്ലെ നമ്മുടെ വയലൊന്നും നോക്കിയാൽ എന്താ രസം, ഈ രസമാണ് വേണ്ടത്. ആ രസം നമ്മുടെ മദ്രസ ക്ലാസുകളിൽ കിട്ടിയത് കൊണ്ട് നമുക്ക് ഉപകാരമില്ല, മറ്റുള്ളവർക്കും ഉപകാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയ സംവേദനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന്, അതിന് 3 തരത്തിലുള്ള വിജ്ഞാനങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം, അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണമെന്ന്. 3 തരത്തിലുള്ള അറിവ്. ഒന്ന്, നമ്മെ കുറിച്ചുള്ള അറിവ്. ഞാൻ നേരത്തെ വിശദീകരിച്ച ഭാഗമാണ് ഒക്കെ ഇതിൽ പറയേണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് വളരെ പെട്ടെന്ന്. നമ്മെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മെ കുറിച്ച് അറിയേണ്ടത്? നമ്മുടെ കഴിവുകൾ നമ്മൾ ചെയ്യണം, സ്വയം അറിയണം. എന്തൊക്കെയാണ് എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവ്? ഒരു അധ്യാപകൻ എന്ന നിലക്ക് മദ്രസ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഒക്കെ തിരഞ്ഞെടുക്കുന്നിടത്ത് പോലും ഈ അറിവ് പ്രധാനമാണ്. ഈ അറിവ് പ്രധാനം. ഏതൊക്കെ ക്ലാസ്സിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് സ്വയം അറിയണം. അപ്പോഴേ എനിക്ക് എന്നെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുക. എനിക്ക് സാധ്യമാകാത്ത ഒന്നാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഏറ്റെടുക്കാൻ പാടില്ല. എത്രത്തോളം ഏറ്റവും ചുരുങ്ങിയത് അത് സാധ്യമാകുമെന്ന ആത്മവിശ്വാസമെങ്കിലും നമ്മിൽ ഉണ്ടാകണം. അത് നടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ് നമ്മൾ ചെയ്യാവൂ, ഏറ്റെടുക്കാൻ വേണം. അങ്ങനെ നമ്മളൊരു ആത്മവിശ്വാസത്തോടു കൂടി തുടങ്ങിയാലോ മഞ്ചദ്ദ വജദാണ്. ഒരു ജഡ് നമ്മുടെ അടുത്ത് എന്തുണ്ടാവും? ഉണ്ടല്ലോ ഒരു ജഡ്, അത് നമ്മുടെ അടുത്ത് ഉണ്ടാകും. നമ്മുടെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ അവനവനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവ്, തന്റെ കഴിവുകളെ കുറിച്ച് അറിയണം. അതോടൊപ്പം തന്റെ കഴിവുകേടുകളെ കുറിച്ചും അറിയണം. തന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് എന്ത് ചെയ്യണം? കൃത്യമായി അറിയണം. എന്തൊക്കെയാണ് എന്റെ പോരായ്മകൾ? ആ നമ്മൾ പോരായ്മ മാത്രം അറിഞ്ഞു നോക്കുന്നവരെയോ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ നമുക്ക് എന്ത് തോന്നുന്നത്? മടി തോന്നുന്നത്. കാരണം തന്റെ കഴിവുകേടുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും നമുക്ക്, എന്നാൽ കഴിവുകളെ കുറിച്ചുള്ള ബോധ്യം ഇല്ല. കഴിവുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാവുകയും കഴിവുകേടുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാവുകയും ചെയ്താൽ ആ കഴിവുകേടുകൾ പരിഹരിച്ച് കൊണ്ടുവന്ന് കഴിവുകളാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബലഹീനത അല്ലെങ്കിൽ ഒരു പോരായ്മ ഉണ്ട് എന്ന് തോന്നിയാൽ ആ പോരായ്മയെ മറികടക്കാൻ നിലവിലുള്ള കഴിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. നിലവിലുള്ള കഴിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് അതിനെന്ത് വേണം? കഴിവിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. രണ്ടാമത്തെ ഒരു അറിവെന്ന് പറയുന്നത് തന്റെ ഓഡിയൻസിനെ കുറിച്ചുള്ള അറിവാണ്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മദ്രസ ക്ലാസ്സുകളിൽ നമ്മുടെ ഓഡിയൻസ് ആരാണ്? നമ്മുടെ കുട്ടികളാണ് അല്ലെ? ചിലപ്പോൾ 5 കുട്ടികൾ അല്ലെങ്കിൽ 15 കുട്ടികൾ അല്ലെങ്കിൽ 50 കുട്ടികൾ, എത്രയാണോ നമ്മുടെ മദ്രസയിലെ നമ്മുടെ ഓരോ ക്ലാസ്സിലും ഉള്ളത്, ആ കുട്ടികളാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. ആ
ഓഡിയൻസിനെ അറിയാന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. അതിബുദ്ധിമാന്മാരായ ചില കുട്ടികൾ ഉണ്ടാകും, എന്നാൽ മിതബുദ്ധികളായ ചില കുട്ടികളും ഉണ്ടാകും, തീരെ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളായ ചില കുട്ടികളും ഉണ്ടാകും. ഈ 3 കാറ്റഗറിയിലുള്ള കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ ഉണ്ടാവാം. ചില ക്ലാസ്സിൽ ചില ഭാഗമുള്ള 3 ചേർത്ത് എന്തായിരിക്കും, നല്ല ബുദ്ധിയുള്ള കുട്ടികളാവാം. പക്ഷേ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ 3 തരത്തിലുള്ള കുട്ടികളും നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ വന്നിരിക്കാം. ഇതിലാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? മന്ദബുദ്ധികളെ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അല്ലെ, മന്ദബുദ്ധി എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിച്ചത് തീരെ ബുദ്ധിയില്ലാത്ത കുട്ടികളെന്നല്ല, ബുദ്ധിയിൽ ഒരല്പം കുറവുള്ള കുട്ടികൾ, മിതമായ നിരക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗ്രാസ്പിംഗ് പവർ വളരെ കൂടുതലുള്ള അതിബുദ്ധിയുള്ള കുട്ടികൾ. ഇങ്ങനെ 3 വിഭാഗവും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലോ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ് നടത്തേണ്ടത്. അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാല് ആരൊക്കെയാണ് തണുപ്പന്മാരും ആരൊക്കെയാണ് മിതമായ തണുപ്പിന്റെ ആളുകളും ആരൊക്കെയാണ് പച്ച തണുപ്പ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സഹകരിച്ച് എല്ലാവരും മറ്റൊക്കെ വാങ്ങി കൊടുത്തൊക്കെ കുടിക്കും. അള്ളാഹു അത് നൽകിയവർക്ക് ബർക്കത്ത് ചെയ്യുമാറാണ്. അപ്പൊ പറഞ്ഞത് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? ഏറ്റവും ലോ ഗ്രേഡിലുള്ള കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ, അവരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തെ കൊടുക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ അവരെ നമ്മൾ പരിഗണിച്ച് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത് നമ്മൾ അറിയേണ്ടത് ആരെയാണ്? ഇതൊക്കെ ഞാനിത്ര പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്. മൂന്നാമത്തത് നമ്മുടെ ഓഡിയൻസ് ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കളാകുന്ന സമൂഹത്തെയാണ്. ചില ഇടങ്ങളിലൊക്കെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് നമ്മുടെ ചില ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നിടത്ത് അവിടെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ഏത് രൂപത്തിലുള്ളവരാണെന്ന് നമ്മൾ ചെയ്യണം, ശരിക്കും ഒന്ന് പഠിക്കണം. ഉദാഹരണം പറയാം, നമ്മളൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഉസ്താദുമാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു മോശമായ പ്രവർത്തനമാണ് ഓരോ മുടി വെട്ടൽ. മുടി നന്നാക്കി വെട്ടുക എന്ന ഒരു ആശയം അവരിലേക്ക് നമുക്ക് സംവേദനം ചെയ്യണം. അതിന് നമ്മളെ ഒരു മാർഗം സ്വീകരിക്കുമ്പോൾ കുട്ടികളെ മാത്രം പരിഗണിച്ചാൽ പോരാ, ആരെയും കൂടി പരിഗണിക്കണം. കുട്ടികളുടെ രക്ഷിതാക്കളെയും കൂടി എന്ത് ചെയ്യണം, നമ്മള് നന്നായി പരിഗണിക്കണം. ഇല്ലെങ്കിലുള്ള വിഷയം എന്താണ്? 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഒരുപക്ഷെ നമ്മൾ ചെയ്യാം, കുട്ടിയൊക്കെ നമ്മളെ കോലം വെച്ചിട്ട് വരിക. അങ്ങനെ വന്നാല് നമ്മൾ അവരോട് പറയും, 4 ദിവസത്തിനുള്ളിൽ മുടി നന്നാക്കി വെട്ടി വന്നോളി, അല്ലെങ്കിൽ നാളെ തന്നെ മുടി നന്നാക്കി വെട്ടി വന്നില്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാരെന്താ പറയും? ചെയ്യാനെന്താ ഉണ്ടാകുക? നമ്മൾ രണ്ടാമത് പറഞ്ഞത് നടക്കും അല്ലേ? മദ്രസക്ക് വരണ്ടാന്ന് പറഞ്ഞതുണ്ടാവും, നടപ്പിലാവും. കുട്ടി മദ്രസക്ക് വരൂല ചോദിച്ചാലോ രക്ഷിതാവ് എന്താ പറയും? അങ്ങനത്തെ അവരോട് മദ്രസക്ക് വരണ്ട അറിയിച്ചു പറഞ്ഞു, പോണ്ടാന്ന് ഞാനും പറഞ്ഞു. അവരോട് നിങ്ങൾ വരണ്ട അറിയിക്കുന്നത് വരണ്ട. കാരണം പലപ്പോഴും 8 മുതൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികളുടെ വരവ് ആരെ ആശ്രയിച്ചുകൊണ്ടാണ്? ഉസ്താദുമാരെ ആശ്രയിച്ചുകൊണ്ടാണ് അല്ലെ? ഉസ്താദ് വരാൻ പറഞ്ഞതുകൊണ്ട്, ഉസ്താദ് എന്താ അവനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടിയിൽ പറഞ്ഞതുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഉസ്താദുമാർ ആ നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് ചിലയിടങ്ങളിലെങ്കിലും എന്ത് ചെയ്യുന്നത്, കുട്ടികൾ വരുന്നത്. അപ്പൊ പിന്നെ ഉസ്താദിനെ വരണമെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷിതാവിന് എന്തായി? ആ 100 രൂപ ആദായ അത്രേ ഉള്ളൂ. കാരണം 8 ഒന്നും പോണം എന്നില്ല. പിന്നെയോ അവർക്ക് 6ാം ക്ലാസ്സിലേക്ക് പഠിച്ചേ അത്യാവശ്യം ഖുർആൻ വായിക്കാൻ പോലെ കിട്ടുന്നുണ്ട്. നമ്മളെക്കാട്ടിലൊക്കെ ഉഷാറായിട്ടുണ്ട്. അത്യാവശ്യം ഖുർആന്
വായിക്കാനൊക്കെ പോലെ കിട്ടുന്നുണ്ട്. ഒരു രക്ഷിതാവിന്റെ പ്രതികരണമാണ് ആ വായിക്കാനൊക്കെ പോലെ കിട്ടുന്നുണ്ട്. നമുക്കാണെങ്കിൽ കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെക്കാട്ടിൽ നമ്മുടെ കുട്ടി എന്താണ് ഉഷാറായിക്കൊണ്ടെന്നുള്ള അടുത്ത് നിൽക്കും. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ രക്ഷിതാക്കളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കുട്ടികളെ മനസ്സിലാക്കുന്നതോടൊപ്പം കുട്ടികളുടെ വീട്ടിലെ അവസ്ഥകൾ, അതാണ് സൊസൈറ്റിയെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള അർത്ഥം. ഒരു കുട്ടിക്ക് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ട് വരുന്ന ആശയങ്ങൾ, പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ, കുട്ടിയുടെ ഗാർഹികമായ അവസ്ഥ കൂടി പരിഗണിക്കാൻ നമുക്ക് സാധിക്കുമാറ് ആ കുട്ടിയെ കുറിച്ച് വ്യക്തമായ അവബോധം ആരുടെ അടുക്കൽ ഉണ്ടാകണം, ഉസ്താദുമാരുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോ ഈ 3 അറിവുകളും ഒരാശയ സംവേദനത്തിന് വേണ്ടി വേണം. ഇനി അതൊരു പബ്ലിക് ആയിട്ടുള്ള ആശയ സംവാദം, ഒരു ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നിടത്ത്, ഞാനൊരു പൊതുപ്രസംഗം നടത്തണം സങ്കല്പിച്ചു നിങ്ങൾ, അപ്പോഴും ഈ 3 നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. സൊസൈറ്റിയെ കുറിച്ചറിയാം, രക്ഷിതാക്കൾ ഇറങ്ങുന്ന സമൂഹത്തെ കുറിച്ചറിയാം. അത് നമ്മുടെ ഓഡിയൻസ് അല്ല. പക്ഷെ ആരാണ് ഈ കുട്ടികളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്ന് അവരെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കാൻ. അവിടെ ഭാഷയൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. നമ്മളിപ്പോ ചില ഭാഷയൊക്കെ ഉപയോഗിക്കുന്നിടത്ത് പോലും ആ രക്ഷിതാക്കളുടെ നിലവാരത്തിനനുസരിച്ചായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ ക്ലാസുകളിൽ വെച്ച് പറയുമ്പോൾ ഈ കുട്ടി ആ കാര്യത്തെ വീട്ടിൽ പോയി പറഞ്ഞാൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുക എന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, വ്യക്തമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് രക്ഷിതാക്കളെ അറിയണം എന്ന് പറയാൻ കാരണം. പലപ്പോഴും നമ്മുടെ ആശയങ്ങളെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചറിയാതെ പോയാൽ അവിടെ നമുക്ക് പുറത്തേക്കാളെ ചെയ്യും, ദോഷമാണ് ചെയ്യുക. അപ്പൊ സമൂഹത്തെ കൂടി അറിയണം. ഒരു പബ്ലിക് സ്പീക്കിങ്ങിലാണെങ്കിൽ, ഒരു പൊതുവായ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുകയാണെങ്കിൽ ഇത് 3 വേണം. ഒന്ന്, നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളൊക്കെ എടുത്തുകൊണ്ട് വേണം നമ്മൾ പ്രസംഗം നടത്താൻ. അല്ലെ, നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് സൂപ്പരമായി നമ്മൾ പ്രസംഗിക്കുന്ന നമ്മുടെ പാട്ട് പാടാനാണ് വന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, പാടാതെ നിൽക്കണമെങ്കിൽ ഭയങ്കര വലിയ മുസ്ലിം. കാരണം അവനവനെ കുറിച്ച് അറിയാതെ നമ്മളവിടെ പാട്ട് പാടാൻ വന്നാൽ, അല്ലെങ്കിൽ അവരങ്ങനെ ചൊല്ലിയിട്ടുണ്ട്, ഉറുദു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരിങ്ങനെ തമിഴ് പറഞ്ഞിട്ടുണ്ട്, നമ്മളവിടെ പറയാൻ വേണ്ടി നിന്നാൽ ഒരു പക്ഷേ നമ്മളെ കുറിച്ച് മോശമായ ധാരണയായിരിക്കും സമൂഹത്തിലേക്ക് എന്ത് ചെയ്യാം, സംവേദനം ചെയ്യപ്പെടുക. അപ്പൊ നമ്മളെ കുറിച്ചുള്ള അറിവ് അവിടെയും നോക്കാം. നമ്മുടെ ആ കഴിവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ആശയങ്ങളെ സംവേദനം ചെയ്യുവാൻ. രണ്ടാമത്തത് അവിടെ എന്താണ്, ഓഡിയൻസിനെ അറിയണം. ഓഡിയൻസിനെ അറിയുന്നത് എന്തിനാണ്, എല്ലിമിന്നാസമയം പതിരി പോലിയും, അല്ലെ, ഓരോരുത്തർക്കും അനുസരിച്ച് വേണം അവരോട് എന്ത് ചെയ്യാൻ, സംസാരിക്കാൻ. അപ്പൊ നമ്മൾ ഭാഷ പ്രയോഗിക്കുന്നിടത്ത്, അതുപോലെ തന്നെ അവരോട് സംവേദനം നടത്തുന്ന ആശയങ്ങളെ രൂപപ്പെടുത്തുന്നിടത്തൊക്കെ ആ മുന്നിൽ വരുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് വേണം, വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവിടെ സൊസൈറ്റി അറിയുന്നത് എന്തിനാ, ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ മുസ്ലിങ്ങളോട് മാത്രമായിരിക്കും. അല്ലെ, മുസ്ലിങ്ങളായപ്പോൾ നമ്മുടെ വയസ്സിലേക്കാൾ ഒരു ഒറ്റ ഒരാളെന്നില്ല, മുസ്ലിംസ് ഇല്ല, നമ്മളെ ആളുകൾക്ക് വേണ്ടി മാത്രം സംഘടിപ്പിച്ചൊരു മതപ്രഭാഷണ പരമ്പരയാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുമ്പോൾ സമൂഹത്തെ നമ്മൾ ചെയ്യണം, പഠിക്കണം. ഇത് ആരൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളൂ, അവരെങ്ങനെയാണ് ഈ ഒരു സദസ്സിനെ വിലയിരുത്തുക എന്നും അവരെത്തരത്തിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൂടി നമ്മൾ ചെയ്യണം. പരിസര ബോധത്തോടു കൂടി വേണം. അതാണ് നമ്മൾ അവിടെ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 2 നിലക്കാണെങ്കിലും, ഒരു പബ്ലിക് സ്പീക്കിങ്ങിലാണെങ്കിലും, ഇനി ഒരു ക്ലാസ്സിലെ ടീച്ചിങ്ങിലാണെങ്കിലും ഈ 3 കാര്യങ്ങൾ അറിയണം. ഫസ്റ്റ് വൺ, സെൽഫ് നോളജ്, അവനവനെ കുറിച്ച് അറിയാം. രണ്ടാമത്തേത്, ഓഡിയൻസിനെ കുറിച്ച് അറിയുക. മൂന്നാമത്തേത്, സൊസൈറ്റിയെ കുറിച്ച് അറിയുക. ഈ രൂപത്തിൽ 3 അറിവുകൾ നമുക്ക് നിർബന്ധമായും അനിവാര്യമാണ്. ഇതിനെ 3നെയും വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്നതിന് ഒരു ഡെഫിനിഷൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ പറയുന്നത് എന്നല്ല, കേൾക്കുന്നവൻ എന്താണോ മനസ്സിലാക്കുന്നതാണ് അതാണ് നിങ്ങളുടെ ആശയം. നമ്മൾ എന്ത് പറയുന്നു എന്നതല്ല, കേൾക്കുന്നവൻ എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് നാം നൽകുന്ന ആശയം. അപ്പൊ കേൾക്കുന്നവൻ എന്ത് മനസ്സിലാക്കുമോ ആ മനസ്സിലാക്കപ്പെടുന്നത് എന്തായിരിക്കണം, നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ആയിരിക്കണം. അല്ലെ കുറച്ചായിട്ടായി ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല, അതിനൊരു വിശദീകരണം വേറെ നടത്തിയിട്ട് അല്ലെ. അത് പിന്നെ പത്രമാധ്യമങ്ങൾ വളർത്തി വിളിച്ചതാണ് പറഞ്ഞ മാതിരി അത് കേട്ടവർക്ക് പിന്നെ അങ്ങനെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും,
ഉലഹാക്കാനും വേണ്ടി പോകേണ്ടി വരും. അതില്ലാതിരിക്കാൻ നമ്മൾ എന്തു പറയുന്നു എന്നതല്ല, ജനങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പാഠഭാഗത്തിൽ അവർക്ക് പഠിപ്പിക്കപ്പെടേണ്ട ചില ആശയങ്ങൾ ഉണ്ടാകും. ആ ആശയത്തിന് ഊന്നൽ നൽകി അത് അവർക്ക് മനസ്സിലാക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള പഠന രീതികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസ്സിൽ സ്വീകരിക്കേണ്ടത്. എല്ലാവരും എഴുന്നേറ്റുന്നാണ്. എല്ലാവരും അവനാന്റെ വലത്തെ കൈ ഇടത്തെ വിരല് തോന്നിട്ടുണ്ട്. ഇടത്തെ വിരല് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ചിലരൊക്കെ ഇടത്തെ വിരല് തോന്നിച്ചാൽ എന്ത് ചെയ്തു, ചെറിയ വിരല് തോന്നി. ചിലർക്ക് എന്ത് ചെയ്തു, ഏത് വിരലാന്ന് കൺഫ്യൂഷനായി വേറെ ഒരാളുകൾ ഈ അല്ലേ പണിഷ്മെന്റ് എല്ലാം വെച്ചിരുന്നുള്ളൂ. ഇപ്പൊ വ്യക്തമായി കട്ടിയൊക്കെ ആദ്യം ഞാൻ പറഞ്ഞത് വ്യക്തമായിരുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നാണ്. അത് നമുക്കൊക്കെ അറിയാം, എല്ലാവരും എഴുന്നേറ്റു. രണ്ടാമത് പറഞ്ഞതും വ്യക്തമായിരുന്നു. എന്താണ്, വലത്തെ കൈ കൊണ്ടിരിക്കാനാണ്. മൂന്നാമത് പറഞ്ഞപ്പോ ഞാൻ എന്തേ പറഞ്ഞുള്ളൂ, അത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊക്കെ ചെയ്തു അല്ലേ. ഞാനാ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, ചെയ്തു. ചിലർക്കൊന്നും മനസ്സിലായില്ല. പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് എന്താണോ മനസ്സിലായത് അതൊക്കെ പോലെ എന്താവും ചെയ്യും. ഒന്നും മനസ്സിലായിട്ടില്ലേ, ഒന്നും ചെയ്യാതെ. അപ്പൊ ഒന്നും ചെയ്യാത്ത ആളുകൾ ചിലപ്പോൾ ചെയ്യും, മുമ്പിൽ ചോദിക്കുമ്പോഴേക്ക് ഏത് കണ്ടാന്ന് ചോദിക്കും. ചിലരെന്ത് ചെയ്യും, എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്താ ചോദിക്കേണ്ടിയെന്നും എന്താണ് ചോദിക്കേണ്ടിയെന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഓരോന്നും ചെയ്യാതെ നിഷ്ക്രിയരായി. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ക്ലാസുകളിൽ ഇങ്ങനെ നിഷ്ക്രിയരായിരിക്കുന്ന 1% കുട്ടികളില്ലേ അല്ലെ? യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നിങ്ങളോട് ഞാൻ മൂന്നാമത് പറഞ്ഞ ചോദ്യത്തിന് നിങ്ങളെ പ്രതികരണം എന്താണോ അതേ പ്രതികരണമാണ് പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക്. അപ്പൊ പിറ്റേന്ന് ചോദ്യം ചോദിച്ചാൽ ഓലും ചെയ്യും, ഓല് നമുക്ക് തരുന്ന ഒരാശയ സംവേദനം. അതെന്താ, നമ്മളൊരു ദിവസം ക്ലാസ് എടുത്തു, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ലോണം പഠിച്ചോളുണ്ടു എന്നൊക്കെ പറഞ്ഞ പോലെ മനസ്സിലായില്ലെന്ന് ചോദിച്ച പോലും അങ്ങനെയൊക്കെ കാണിച്ച് പിറ്റേ ദിവസം രാവിലെ വന്ന് അതിനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ ഓല് ഇങ്ങനെ ഉത്തരങ്ങൾ എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് അവർ നമ്മോട് നടത്തുന്ന ചില ആശയ വിനിമയമുണ്ട്. എന്താണ് ആശയം? അവർ നമ്മളോടൊപ്പം മൗനം കൊണ്ട് നടത്തുന്ന ചില ആശയം. അതെന്താ അർത്ഥം? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരവൊന്നും പറയാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ ക്ലാസ് ഇന്നലെ മനസ്സിലായി. ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങളുടെ ഒരു കുട്ടി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാൽ നമ്മളെ പ്രതികരണം എന്താ? സാധാരണ ഇന്നലെ ഞാൻ അപ്പോലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വന്നുകൊണ്ട് കുന്തം പോലെ നീക്കിക്കാണി. അതുപോലെ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കണം. ആറ് കുട്ടികളുണ്ട്. അത് എത്ര കുട്ടി ഇപ്പൊ മൗനായിട്ടുണ്ട്? ഒരു കുട്ടി മൗനായിട്ടുണ്ട്. അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ആ കുട്ടികൾ മനസ്സിലാക്കുന്നത് അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. 6 കുട്ടികളോട് ചോദ്യം ചോദിച്ചപ്പോ ഒരു കുട്ടി നട്ടനാണ് നീറ്റുന്നാല് കുട്ടികൾ എന്തായിട്ടില്ല. അപ്പം വേറൊന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. എന്താണ്, ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തത് ആ കുട്ടിക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫോക്കസ് ചെയ്യുന്ന ഓഡിയൻസിനെ ആദ്യം നമ്മൾ വിലയിരുത്തിയിട്ട് വേണം. അത് ഒരാഴ്ച 2 ആഴ്ച ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതൊക്കെ തയ്യാറുണ്ട്, ഏതൊക്കെ തരായ്മ. എങ്ങനെ ചോദിക്കാവുന്നതാണ്, ചോദിക്കണം എന്നല്ല, ചോദിക്കാവുന്നതാണ്. അന്ന് തന്നെ ചോദിക്കാണ് വേണ്ടത്. പാഠം മനസ്സിലാക്കുന്നറിയാൻ പിറ്റേന്ന് വരുമ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ ഓൻ അതിന്റെ അർത്ഥം എന്താണ്? ഇന്നലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴും
തിരിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ അവസ്ഥ വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും അത് അപ്പൊ അങ്ങനെ എന്നൊക്കെ പറഞ്ഞത് പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാക്കുക, ഈ പുസ്തകം റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, അഥവാ അത്രമാത്രം ആഴത്തിലേക്ക് എത്തിയിട്ടില്ല, അത് കടന്നു ചെല്ലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ച ആശയം അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ചെവിയിലിങ്ങനെ കേട്ടത് കുറച്ചേരെ നിൽക്കുള്ളൂ, ചെവിയിലിങ്ങനെ കേട്ടതുണ്ടെങ്കിൽ കുറച്ചേരെ നിൽക്കും. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചാലൊക്കെ ഓക്കെയാണ്. ഉള്ളിലേക്ക് വേണ്ടതുപോലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ പുറത്തേക്ക് എടുക്കുവാൻ അവർക്ക് സാധിക്കും. ഇന്നലെ പറഞ്ഞു കൊടുത്തത് ഇന്ന് പുറത്തേക്ക് എടുക്കാൻ, അതിനാണ് ഞാൻ റീകോൾ എന്ന് പറഞ്ഞത്, തിരിച്ചു പിടിക്കുക. ഇന്നലെ ഇറക്കി വെച്ചതിന് എന്ത് ചെയ്യാം, എന്നെ തിരിച്ചെടുക്കുക. അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, പഠിപ്പിക്കപ്പെടണം എന്നാണ് ഒരാശയം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ സാധാരണഗതിയിൽ അതിന് ഉപയോഗിക്കുന്ന 3 മാധ്യമങ്ങളുണ്ട്. ആശയവിനിമയത്തിന് വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഉപാധികളുണ്ട്. ഒന്ന് ഏതായിരിക്കും? ആശയവിനിമയം നടത്താൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധി ഏതാ? പറഞ്ഞോളൂ. ഒന്ന് നമ്മുടെ വാക്കുകളാണ്, അല്ലെ? വാക്കുകൾ. വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥതലങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതായിരിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും പല വാക്കുകൾക്കും 2 അർത്ഥങ്ങൾ ഉണ്ടാകും, അല്ലെ? ദ്വയാർത്ഥങ്ങൾ എന്നാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഉദ്ദേശിക്കാത്ത ആശയങ്ങൾ കുട്ടികളിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്നത് ശ്രദ്ധിക്കണം. കുട്ടികളേക്ക് നല്ല ഓഡിയൻസിലേക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സംസാരം നടത്തുന്ന സമയത്ത് വാക്ക് എത്രമാത്രമാണ് പ്രതിഫലനം ഉണ്ടാക്കുന്നത്? ആധുനിക മനഃശാസ്ത്രം പറയുന്നത്, ഒരു മനുഷ്യനൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ അവന്റെ ഉദ്ദേശിക്കുന്ന ആശയം മനസ്സിലാക്കപ്പെടുന്നത് പെടുന്നിടത്ത് പ്രവർത്തിക്കുന്നത് 7%. എത്ര ശതമാനം? അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ പ്രതിഫലിപ്പിക്കാൻ എത്ര മാത്രമേ കഴിയുള്ളൂ? 7% മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ഹൈവാനും നാസിക്കും നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഹൈവാനും നാസിക്കും, അതിനെ നാസിക്കിനെ കളയപ്പെട്ടുകൊണ്ട് ഹൈവാനും കുളിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ബാബു അവരെ പോലെ ആവാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കൽ. ആ വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാവുന്നു. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ മനസ്സിലാക്കണം, അതുപോലെ സമൂഹത്തെയും മനസ്സിലാക്കണം. കുട്ടികളെയും മനസ്സിലാക്കണം, സമൂഹത്തെയും മനസ്സിലാക്കണം. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മദ്രസയിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഷീനാർജ് കുട്ടിയുണ്ട്. അല്ലെങ്കിൽ ഉസ്താദ് എപ്പോഴും കൂടെ പഠിച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ എത്തിയിട്ടും ഷീന ആരെ കുട്ടിയുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഉസ്താദിന്റെ കുട്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ സമൂഹത്തിൽ അതൊരു മാറ്റം ഉണ്ടാക്കിയില്ല. ഓരോ പഠിച്ചിട്ട് ഇവിടെ മദ്രസയിൽ 6ാം ക്ലാസ്സിലെ പഠിച്ചു. പിന്നെ കാണുമ്പോഴും മദ്രസ കുട്ടി മദ്രസയിൽ നിർത്തി കഴിഞ്ഞ് പിന്നെ വൈകിട്ടൂടെ ഓടിച്ചിട്ടുണ്ടേ ഓള് ഇപ്പൊ 1ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പറയുന്നത് എത്തി പറഞ്ഞു അല്ലേ? 2നും 3നും 4നും 0 പിന്നീട് വാപ്പ ഇബ്രാഹിം പറഞ്ഞു. പക്ഷെ ചിലപ്പോ കയ്യ് തരല് കയ്യുമൊക്കെ ആവുകയെന്ന് മാത്രം അല്ലേ? അപ്പൊ വാക്കുകൾക്ക് അതത് കാലഘട്ടങ്ങളിലനുസരിച്ച് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അള്ളാഹുവിന്റെ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നമുക്ക് പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒന്ന്, ആശയ സംവേദനത്തിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് സ്വരമാണ്. എന്താണ് സ്വരം? എന്താ വാക്കും സ്വരവും തമ്മിലുള്ള വ്യത്യാസം? വാക്ക് എന്ന് പറയുന്നത് ഡിക്ഷണറിയിലുള്ളതാണ്. സ്വരം എന്ന് പറയുന്നത് നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്ന അതിന്റെ കട്ടി അനുഭവമാണ്. അല്ലെ? അതാണ് സ്വരം എന്ന് പറയുന്നത്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നതിന് അഭിസംബോധന ചെയ്യാൻ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ല വാക്കുകളായിരിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കലിമത്തു ത്വയ്യിബത്തു കശജറത്തിൻ ത്വയ്യിബ.
കലിമത്തു ത്വയ്യിബത്തു കശജറത്തിൻ ത്വയ്യിബാണ്. നല്ല വാക്കുകൾ നല്ല വൃക്ഷങ്ങളെ പോലെയാണ്. ആ ആശയം, ആ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആശയ സംവേദനം അതെന്ത് ചെയ്യും? അസുലുഹ സാബിത്തുൻ, അതിന്റെ അസുല് വല്ലാതെ എന്ത് ചെയ്യും? ആണ്ട് പോവുക തന്നെ ചെയ്യും. അല്ലെ? ചില പ്രസംഗങ്ങൾ അങ്ങനെയാണ്. ചില പ്രസംഗങ്ങളിൽ നമ്മുടെ മുന്നിൽ പ്രസംഗിച്ചാൽ അത് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഇറങ്ങി പോകുന്നത് അല്ലേ? വേറെ ചില ആളുകൾ പ്രസംഗിച്ചാൽ എന്ത് ചെയ്യും? ഇതെങ്ങനെ കേട്ടിട്ട് അകത്തിട്ടുണ്ടാവില്ല, എങ്ങനെ തന്നെ പുറത്തേക്കാണല്ലോ. എന്തേ പറഞ്ഞു വെച്ചാല് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വെക്കുക. ഇതാണ് ചില വാക്കുകളുടെ പ്രത്യേകത. ഉപയോഗിക്കുന്ന വാക്കുകൾ പറഞ്ഞ ആ കലിമത്തു ത്വയ്യിബത്തായിരിക്കണം നമ്മളെപ്പോഴും ആശയ സംവേദനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞത് സ്വരമാണ്. സ്വരം എങ്ങനെയുള്ളതായിരിക്കണം? സ്വരം 2-3 ടൈപ്പ് ഉണ്ട് അല്ലേ? നല്ല ഒരത്ത ശബ്ദമുണ്ട്. പിന്നെ അങ്കറ സൗത്തി അല്ല, സൗത്തുൽ ഹമീർ എന്ന് പറഞ്ഞത് അല്ലേ? സൗത്തുൽ അമീർ എന്നല്ല, സൗത്തുൽ ഹമീർ അല്ലേ? പിന്നെ അങ്കറ സൗത്തി സൗത്തുൽ ഹമീർ അല്ലേ? ആരാണ് ഹമീർ? ഹമീർ ആരാ? അങ്ങനല്ലേ? പിന്നെ അങ്കറൽ അസ്വാത്തി ഇവിടെ ഉണ്ടല്ലോ, അങ്കറൽ അസ്വാത്തി സൗത്തുൽ ഹമീർ അല്ലേ? അപ്പൊ ആ അങ്കർ അസ്വാത്തുണ്ട്, ഒരത്ത ശബ്ദം ഉണ്ടാകുന്ന ആളുകൾ. അങ്ങനെ നമ്മുടെ സൗത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെയോ സൗത്ത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ലയ്യനായത് ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വരം എപ്പോഴും ലയ്യനായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയുന്നുണ്ട്, വലൗ കുൻത ഖൽബൻ ഗലീദൽ ഖൽബി ലം ഫഖു മിൻ ഹൗലിക. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. രാവിലെ നമുക്ക് 2 രൂപത്തിൽ ക്ലാസ്സിലേക്ക് വരാം. ഒന്ന് വാക്കുകൾ പ്രയോഗിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക, രണ്ടാമത്തത് സ്വരമാണ് അല്ലെ? അപ്പൊ രാവിലെ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഏത് സ്വരമാണ് ഉപയോഗിക്കേണ്ടത്? രാവിലെ എന്നല്ല, എപ്പോഴും നമ്മുടെ ആശയ സംവേദനത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഏത് സ്വരമാണ്? കുട്ടികൾ ഏത് സ്വരമാണ്? വല്ലാത്ത ഒരു സൗത്തുൽ ഹമീറാണോ? അല്ല, ഒരത്ത ശബ്ദം അതിനിപ്പഴത്തുണ്ടാകുക പലപ്പോഴും എങ്ങനെയാണ്? ശബ്ദത്തിൽ സ്വയം ഉണ്ടാകുന്ന ഇപ്പഴത്തിനെ കുറിച്ചല്ല. ദേഷ്യത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാല് അതെന്തല്ല, അതൊരു ദേഷ്യം ഉണ്ടാകുമ്പോൾ ശബ്ദങ്ങൾ ആണോ? അതന്നെ ഒരു ഗാംഭീര്യം എന്നാണ് എനിക്ക് പറയുന്നത്. ഇവിടെ സ്വരത്തിന്റെ സ്വരത്തിന്റെ വർത്തനവും കാഴ്ചയും അത് ആവശ്യമാകുന്നതൊക്കെ മെലഡിയസ് ആകണമെന്നാണ്. ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടുള്ള വരുന്ന ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലായിടത്തും ഒരേ ശബ്ദത്തിലാണ് അല്ലെ? സ്വര വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആവശ്യാനുസരണം വരുത്തുന്നതായിരിക്കണം. അതോടൊപ്പം അത് ലയ്യനായിരിക്കുക എന്നതാണ്. അത്രയും ഉദ്ദേശിച്ചതല്ല. സ്വയൊക്കെ ചെറിയ സൗണ്ട് കിഴിക്കുന്നതിന് പോലെ ആയിരിക്കും. എന്റെ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലാണ്. ചിലരുടെ സൗണ്ട് വല്ലാത്ത മുഴക്കമുള്ളതായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്വാഭാവികമായി മാറ്റാൻ കഴിയുകയില്ല. അവിടെ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് വരുന്ന ഒരു വല്ലാത്ത ശബ്ദം ആയിരിക്കരുത്. അതുകൊണ്ടാണ് മുസ്ലിമിയെ കുറിച്ച് മുസ്ലിം സലവാഹങ്ങളോട് എന്ന് പറഞ്ഞ് അല്ലാഹി വലിയ കൽബായി വരുന്ന രൂപത്തിൽ ആകാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്നവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുവാനോ നമ്മളെ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത രൂപത്തിലുള്ള സ്വരം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ആരും ചെയ്യുക. അവർക്ക് ശബ്ദം കൂടിയത് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. വളരെ കുറച്ച് 2 കുട്ടികളെ അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അത് ചിലർക്കൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു 50,000 കൂടെയും വേണം. ആകെ 50 ആളെ നിർത്തുള്ളൂ. എന്നാലും 50,000 കൂടിയാളൊക്കെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ചിലതൊക്കെ എന്ത് ചെയ്യുന്നത്, അപ്പുറത്തുള്ള ക്ലാസ്സിൽ ഉസ്താദിനെ വെല്ലെന്ന രൂപത്തിൽ പുറത്ത് വിട്ടിടുന്നു. അപ്പുറത്തിൽ 15 കുട്ടികൾ 2 കുട്ടികളാണ്. ഇവരുടെ ആദ്യം ഒക്കെ എടുക്കും. ഈ 2 കുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും നമ്മളൊരു മിതമായ ശബ്ദം ചെയ്ത് ഇടേണ്ടിരുന്നാലേ എന്തായാലും ഈ 2 കുട്ടിക്ക് അത് കേൾക്കുള്ളൂ. അതൊക്കെ സാന്ദർഭികമായുള്ള മാറ്റങ്ങളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സ്വരം എന്തായിരിക്കണം? കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വരമായിരിക്കണം എന്നാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും സാധാരണഗതിയിൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ഇമാമ് പറയുന്ന അല്ലെങ്കിൽ ഹത്തീബ് പറയുന്ന ഒരു
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്താ പറയാ ഖൂലു ഖൗലൻ സദീദാ. ചിലരോട് പറയും ഇങ്ങനെ ഖൗലൻ സദീദ എന്ന് പറയും. ഖൗലൻ സദീദ അല്ലേ? ഖൗലൻ സദീദ. എന്താ സദീദായ ഖൗൽ എന്ന് പറഞ്ഞാൽ ലയ്യനായ ഖൗൽ എന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ കുട്ടികളോട് എപ്പോഴും ലയ്യനായിരിക്കണം. കുട്ടികളോട് എപ്പോഴും ലയ്യൻ ആയിരിക്കണം. യാതിന്റെ ശ്രദ്ധ കളയരുത് അല്ലേ? ലയ്യനായിട്ട് വേണം നമ്മൾ ചെയ്യാൻ കുട്ടികളോട് പെരുമാറാൻ. അത്ര സാധ്യമല്ലാത്തതാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് ലോകത്ത് മാറ്റാറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളോട് എല്ലായ്പ്പോഴും ലയ്യനായി വേണം പെരുമാറാൻ. അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും നമ്മൾ അവരോട് നല്ല മയമായ സംസാരം സംസാരിക്കുന്നവർ. അതിന്റെ ഉപകാരം എന്താണെന്നും ഖുർആനിലെ അതേ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഖൂലു ഖൗലൻ സദീദ എന്ന് കഴിഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താ? അത് നിങ്ങൾക്ക് എന്ത് നേടിത്തരും? യുസ്ലിഹ് ലക്കും. എടുക്കുന്ന പണി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, എളുപ്പമാക്കി തരും, അല്ലെങ്കിൽ നന്നാക്കി തരും അല്ലേ? അപ്പൊ നമ്മൾ എടുക്കുന്ന പണിയാണ് ആ ആയതുകൊണ്ട് ഏറ്റവും സ്പഷ്ടമായത്. നമ്മളെന്താ എടുക്കുന്ന പണി? കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു സ്വലാഹിയത്ത് കിട്ടാൻ നല്ലത് എന്താണ്? ഖൗലൻ സദീദ. ഖൗലൻ സദീദ, ഒരു സദീദായ ഖൗൽ ഉപയോഗപ്പെടുത്തലാണ് അവിടെ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പൊ ലയ്യനായ ഒരു സൗണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്വരം 38% കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന്, ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ അവരിൽ പ്രതിഫലിപ്പിക്കുന്നതിന് കാരണമാണ്. വാക്ക് 7% 38% ഏതാണ്? സ്വരമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്വരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. അത് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ രൂപത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ശരീരഭാഷയാണ്. ബോഡി ലാംഗ്വേജ് അല്ലെ? ബോഡി ലാംഗ്വേജ് നമ്മൾ ഓരോരുത്തരുടെയും പെരുമാറ്റത്തെയും ക്ലാസിന്റെയും ആകർഷണീയത കുട്ടികൾ മനസ്സിലാക്കലൊക്കെ എന്തിനാണ്? നമ്മുടെ ശരീരഭാഷ അനുസരിച്ചാണ്. നമ്മുടെ ശരീരഭാഷയ്ക്ക് ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ 58% പ്രതിഫലനം. 100% 7% വാക്ക്, 38% സ്വരം, 55% നമ്മുടെ ശരീരഭാഷ. ഇത് മൂന്നും ഉൾക്കൊണ്ട് മിതമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറാൻ നമുക്ക് സാധിക്കും. പക്ഷെ ശരീരഭാഷയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ അല്ല, ശരീരഭാഷ എന്ന് പറയുമ്പോൾ പറയുന്ന നമ്മളുടെ ഭാവഹാവാദികളാണ്. ഉദാഹരണം പറയാണ്, കർബലയിൽ വെച്ചുകൊണ്ട് ഇതിനാ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പൊന്നോമന പുത്രനിലെ മക്കളെ ആരാ കർബലയിൽ വെച്ചാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ സന്ദർഭം നിങ്ങൾക്ക് അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് സഹാബത്ത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഒന്നതാണ്, നമ്മുടെ ഭാവങ്ങളാണ്. നമ്മുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ ആളുകളിലേക്ക് അങ്ങനെ തന്നെ പ്രസരിക്കും. അല്ലേ? ചില വാഴതൊക്കെ പേരോടുത്ത ആൾക്ക് അങ്ങനെ വാഴത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്തൊക്കെ കൂടെ കരഞ്ഞു പോകാറില്ലേ നമ്മൾ? അല്ലേ? ഉസ്താദ് പ്രസംഗിച്ചാൽ മതി, ഉസ്താദ് കരയും, കൂടെ നമ്മളെന്താ അല്ലേ? അവിടെ ഉസ്താദ് ഞാൻ കരയുന്ന രംഗം വരുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ ചിന്തുകൊണ്ട് നമ്മൾ അതാണ് ശരീരഭാഷയിലെ. മറ്റൊന്ന്, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ പ്രകൃതമാണ്. ഇപ്പൊ നമ്മൾ രാവിലെ ക്ലാസ്സിലേക്ക് വരികയാണ് സങ്കല്പിച്ചോളൂ. നമ്മളിപ്പോ മുമ്പിൽ വന്നാലും നേരം വെക്കിയിട്ട് അവരെത്തിച്ചെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ അല്ലേ? അല്ല, മുമ്പിലിപ്പോ നേരം വെക്കി വന്നു നിങ്ങൾ അറിയിക്കാനല്ല, അങ്ങനെ അല്ല. അപ്പൊ നമ്മളൊരു അല്പം നേരം വൈകിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. നമ്മൾ നേരം ഒരു 5 മിനിറ്റ് വൈകിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന് എന്നാൽ വെല്ലടിച്ചത് കൊണ്ട് ക്ലാസ്സിൽ കയറാതെ ഇരുന്ന 2 കുട്ടികളാണ് കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വന്നപ്പോ തന്നെ പോലെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പട്ടിക നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അതിന്റെ ഇടയിൽ ചിലപ്പോ ബഹുമാനപ്പെട്ടവരുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരുമ്പോ ഒന്നുപ്പല്ലോ അങ്ങനെയൊന്നും നമ്മൾ വരില്ല, ആവശ്യം ഉണ്ടാവുമ്പോൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ വരുന്ന സമയത്താണ് ഹക്കീമിന്റെ സംസ്കാരത്തിന് 7 മണിക്ക് വെല്ലടിച്ച പോലെ 7:05 വന്ന് നമ്മള് ക്ലാസ്സിൽ കയറി വരുന്നത് 7:10 വന്നപ്പോ എന്താണ് അവിടെ ഇത് നേരം വെക്കില്ലേ? എവിടെയാണ്
നിനക്ക് പണി ഇതെവിടെ വന്ന് ഇതെവിടെ വന്ന് പറയും. കാരണം എന്താ വന്ന് കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണോ ശരി. ഓരോ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്വരവും വാക്കുകളൊക്കെ നമ്മളെ തന്നെ അപഹാസ്യരാക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? അവിടെ നമുക്ക് ചെയ്യാം. അവരെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പറയാം. ഞാൻ കുറച്ച് നേരം വൈകികളല്ലേ പറയുന്നു വേണ്ട. അനക്കും നിരപ്പിക്കുന്ന ചോദ്യത്തിൽ എന്തുണ്ട്? ആ വാക്കിൽ എന്തുണ്ട്? എനിക്ക് ഏതായാലും നേരം വൈകിക്കുന്നൊരു ഉൾപ്പുണ്ട് അല്ലേ? അത് സ്വയം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് രാവിലെ നമ്മൾ ക്ലാസ്സിൽ കയറി വരികയാണ്. നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്നിട്ട് അവിടെ നമ്മൾ വന്നിട്ട് പിന്നെ നമ്മൾ ഭയങ്കര ഒറ്റ നമ്മളിന്നലെ അഭ്യാസം പഠിച്ചുകൊണ്ട് വരാൻ വന്നില്ലേ? ആരും കൂടി കേട്ടോ. നമ്മള് വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് രണ്ടാമത്തെ വർത്തമാനം എന്താണ്? അഖലാഖ് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ? എല്ലാവരും പഠിച്ചിട്ടില്ലേ? അത് പഠിച്ചാതാരും വന്നിട്ടില്ലല്ലോ. പഠിച്ചാതെ വരാത്തവരൊക്കെ ഒന്ന് ഞാൻ എന്താക്കും? ഇതൊക്കെ പറഞ്ഞ് ഒരു 1.5 ഭീഷണികൾ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇരുന്ന് ആരൊക്കെ വരാത്ത ആലോചിക്ക. പിന്നെ നമ്മൾ തോന്നുന്നത് ഈ സമയത്ത് നമ്മളാ വിരകും സ്കെയിലും പോലെ കണ്ടാൽ പഠിച്ചു വന്ന കുട്ടികൾ വരെ എന്താവും? 35 ക്ലാസ്സിൽ വന്ന മതിയായിരിക്കും അല്ലേ? അവിടെ നമ്മുടെ ശരീരഭാഷ നമ്മൾ കയറി വന്നാൽ 35 ക്ലാസ്സിൽ വന്നാൽ പിന്നെ പഠിച്ചതാക്കിയത് ഓർമ്മണ്ടായിരുന്നു. പഠിപ്പിച്ച നമുക്ക് ഓർമ്മണ്ടായിരുന്നു. അതല്ലേ പഠിച്ചത് ആ പാഠം കൊടുക്കാതെ ബേജാറ് കൊണ്ടാണ്. അല്ലാതെ കഴിയുന്നില്ല. അവിടെ നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, നമ്മുടെ ശരീരഭാഷ, ഇത് മൂന്നും കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ നമ്മളൊന്ന് എങ്ങനെയായിരിക്കണം? എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ലയ്യനായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, സ്വരം ഉപയോഗിച്ചുകൊണ്ട് നല്ല ശരീരഭാഷ. അപ്പൊ എങ്ങനെയായിരിക്കും കുട്ടികളെ ഉൾക്കൊള്ളുന്ന ശരീരഭാഷ എന്ന് പറഞ്ഞാൽ? ഒരിക്കലും ഇങ്ങനെയല്ല. ഉൾക്കൊള്ളുന്ന ശരീരഭാഷ എങ്ങനെയാണ്? വെയിലുള്ളത് ഇങ്ങനെയല്ല. എന്ത് ചെയ്യാം? നമ്മളൊന്ന് സോൾഡ് ആയിരിക്കാം. അങ്ങനെ ക്ലാസ് നമ്മൾ ഒന്നാണ്ട് കുട്ടികളെ 10ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും ഒരേ രൂപത്തിലാകാൻ പറ്റൂല. 1ാം ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ഉസ്താദുമായി വരുന്ന സമയത്ത് വരിക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മക്കളെ ചായ കുടിച്ചേ? എന്തൊക്കെയാണ് കടി ഉണ്ടായിരുന്നത്? അടുത്തെ കടി ഇങ്ങനെയൊക്കെ ചോദിച്ചില്ല. ആ ഒരു രണ്ടു മിനിറ്റ് ഓരോരുത്തർ കയ്യിലെടുത്ത് ഓരോടെ ഇന്നലെ വന്നിട്ടില്ലായിരുന്നല്ലോ, വിന്നോയോ? വിന്നോയില്ലെങ്കിൽ എന്റെ ഉണ്ടാക്കി തന്നത് ബിരിയാണി വെച്ചീനോ? ഞാൻ എന്നൊന്നും ബിരിയാണി വിന്നോട്ടോ അടുത്ത പാടം കിട്ടിയിട്ടില്ലല്ലോ. ഇങ്ങനെ 1ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ നമ്മൾ ലഗ്ഗിനാകേണ്ടതും ശരീരഭാഷയും ഒക്കെ വേറൊരു രീതിയിലാണ്. അതിന് നമ്മൾ അവരുടെ പ്രകൃതത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ക്രമീകരിക്കുക. അങ്ങനെ ശരീരഭാഷയും വാക്കുകളും സ്വരവും എല്ലാം 1ാം ക്ലാസ്സിലുള്ള സ്വരം എങ്ങനെയാണ്? ലഗ്ഗിനാകണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? വളരെ നേരിയ ഇതിലാണ്. 10ാം ക്ലാസ്സിൽ പറഞ്ഞിട്ട് അങ്ങനെ ആകാം പറ്റുമോ? അസ്സലാമു അലൈക്കും അപ്പൊ അതത് ക്ലാസ്സിനനുസരിച്ച് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്കും സ്വരവും ശരീരഭാഷയും ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആശയ സംവേദനം ചെയ്യുന്നത് കൃത്യമായി നടക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാ ക്ലാസ്സിലും ഒരേമാതിരി 10ാം ക്ലാസ്സിൽ പോകണമായിരുന്നു 1ാം ക്ലാസ്സിൽ അസ്സലാമലൈക്കും പഠിച്ചിട്ടുണ്ടടാ. അങ്ങനെ ഞാൻ അതിൽ പഠിപ്പിച്ചിട്ടില്ലേ? ശരിക്കും എഴുതി വന്നിട്ടില്ല എല്ലാവരും? കണ്ടാലും സൈറ്റ് ഞാൻ നോക്കട്ടെ. ആ രൂപത്തിൽ 10ാം ക്ലാസ്സിൽ പറയുന്ന അതേ കയ്യിൽ 1ാം ക്ലാസ്സിൽ. അപ്പൊ അതത് ക്ലാസ്സുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രമപ്പെടുത്തി എടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ആശയ സംവേദനം നടത്തി വരുമ്പോൾ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പോസിറ്റീവ് ലാംഗ്വേജുകൾ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ഉപയോഗിക്കും. ക്ലാസ്സുകളിൽ നമ്മൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? പോസിറ്റീവ് ലാംഗ്വേജുകൾ. പോസിറ്റീവ് ലാംഗ്വേജ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ചില ഓഫീസിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ നമ്മുടെ മദ്രസിന്റെ ഓഫീസിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തായിരിക്കുണ്ടാവുക? നോ അഡ്മിഷൻ വിത്തൗട്ട് അനുവാദം കൂടാതെ അകത്ത് കടക്കരുത്. അനുവാദം കൂടാതെ അകത്ത് ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നേരെ മുമ്പിൽ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു വാക്കാണ്. അനുവാദം കൂടാതെ അകത്ത് കടക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും?
ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ലേ? ഏതൊരു ഓഫീസിന് മുമ്പിൽ അങ്ങനെ എഴുതി വെച്ചാലും അതിനെ ധിക്കരിക്കാനുള്ള ഒരു മനോഭാവം എവിടെ വരും? മനുഷ്യന്റെ മനസ്സിൽ നെഗറ്റീവ് ലാംഗ്വേജ് മനസ്സിലുള്ള ഓർമ്മയില്ല. നാളെ മര്യാദക്ക് പഠിക്കുന്നതുകൊണ്ട് പഠിക്കാതെ വരരുത്. നമ്മുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ ചെയ്യാം. ഭാര്യമാരോട് വരെ പറയുന്ന സമയത്ത് എങ്ങനെ പറയുന്ന അനുവാദം കൂടാതെ പുറത്ത് പോകരുത് എന്ന് പറയുന്നതിന് പകരം പോകുമ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ട് പറയുന്നു. ഇനി പോകുമ്പോ നിന്നോട് ചോദിക്കണം കേട്ടോ. ഇതിനർത്ഥം എന്താണ്? പോകാം, പക്ഷേ അപ്പൊ എന്താണ്? പെർമിസിബിൾ ആണ് ഭർത്താവ് പെർമിസിബിൾ ആണ്. അപ്പൊ പെർമിഷൻ കിട്ടുന്ന തരത്തിൽ അവരെന്ത് ചെയ്യും? അതിനോട് ഇല്ലെങ്കിലോ എങ്ങനെയാണ് ഭർത്താവ് അറിയാതെ ഭാര്യമാർ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഓരോട് ചോദിച്ചോ ഒരു സമ്മേഖനം അത് ചോദിക്കോ നിങ്ങൾ പറയണ്ട. അഥവാ ചോദിച്ചാണ് നിങ്ങൾ പറയണ്ടോ. ഇതിന്റെ അർത്ഥം ചോദിക്കാതെക്കാനുള്ള പരമാവധി ശ്രമം മുമ്പിൽ അറിയാതെക്കാനുള്ളതൊക്കെ ഞാൻ നടത്തും. അഥവാ ചോദിക്കുകയാണെങ്കിൽ ആര് ജാമ്യം നിൽക്കണം? പെർമിസിബിളല്ല, ഇൻപെർമിസിബിൾ. കുട്ടികളിലും അങ്ങനെ തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള ലാംഗ്വേജുകളാണ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ അരുത് 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 എന്ന് പറയുന്നത് ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഇഷ്ടം അരുത് എന്ന് പറയുന്നത് കാരണം കുട്ടികളെല്ലാം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ. കുട്ടികളുടെ പ്രായം പറഞ്ഞാൽ എന്താണ്? എന്തും ചെയ്യാൻ താല്പര്യപ്പെടുന്ന പ്രായം. ആ പ്രായത്തിൽ നമ്മളോട് അരുത് എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണെങ്കിലും പോയിട്ട് ഇഷ്ടമല്ല, അല്ലെ? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, ആശയവിനിമയം നടത്തുമ്പോൾ പോസിറ്റീവ് ലാംഗ്വേജ് കൂടെ നമ്മൾ ലേബലൈസേഷൻ നടത്താൻ ഒരു കുട്ടിയെയും നമ്മൾ പാടില്ല. ആക്ഷേപം കൊണ്ട് ലേബൽ ചെയ്യും. ചില കുട്ടികൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, നിസ്കരിക്കാതെ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചുറ്റിക്കറി. ആ സമയത്ത് നമ്മൾ അവനെ ഗുണദോഷിക്കുമ്പോൾ പോലും അവന്റെ ആ സ്വഭാവത്തെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മോശമായി പറയാൻ പാടുള്ളൂ. കുട്ടിയെ മോശമാക്കാൻ, കുട്ടിനെ എന്ത് ചെയ്യാൻ പാടില്ല? മോശമാക്കാൻ ഉണ്ടാവും. കാരണം കുട്ടികൾക്കും നമ്മൾക്കുള്ളത് പോലെ തന്നെ അഭിമാനബോധം ഉണ്ട്. ഹാത്തമുൽ അസ്വദിന്റെ കഥ പറഞ്ഞു കഥ പറയുന്നത് അദ്ദേഹത്തിന് അസം എന്ന് പേര് കിട്ടാനുണ്ടായിരുന്നു കാരണം ഇതിലെ അസം എന്ന് പറഞ്ഞാൽ പേര് കിട്ടാൻ കാരണം ഉണ്ടായിരുന്നു. അസമുൽ അസം എന്ന് പേര് കിട്ടാനുള്ള കാരണം ഒരു സഹോദരിയുടെ അഭിമാനം കാക്കുന്ന പ്രവർത്തനം അവിടുന്ന് ചെയ്തതുകൊണ്ടാണ്. മാനത്തിന് അപ്പൊ ഓരോ കുട്ടിയെയും മാനം കെടുത്താനല്ല, അവന്റെയും മാനത്തെ, അവന്റെയും ആ ഒരു അഭിമാനത്തെ റെസ്പെക്ട് ചെയ്യാനാണ് ഉസ്താദുമാരായ ഒരു കുട്ടിയുടെ സ്വാഭാവികമായിട്ടും 2 ദിവസവും ക്ലാസ്സിലൊന്നുമില്ല. നോക്കുമ്പോ 10 ഗ്രൗണ്ട് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 ദിവസം പോയി കളിച്ചതാണ്. എന്നാ ഓരോ ക്ലാസ്സിൽ കയറി പാപ്പ അങ്ങനെ സ്വകാര്യമായിട്ട് ക്ലാസ്സിൽ പോയി കളിച്ചിട്ട് ആദ്യം വെറും വെള്ളം മധുരം ഇതിന്റെ മുന്നത്തെ ചായ മധുരടാതെ കണ്ണീർ മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞത് പേഴ്സണലായിട്ട് ആക്ഷേപിക്കരുത്. ആക്ഷേപം എപ്പോഴും പേഴ്സണൽ തന്നെയാണ്. ഒരു സമൂഹത്തിൽ ഒന്നായിട്ട് ആക്ഷേപിക്കാൻ ജീവല്ല. ഒരാൾ ആക്ഷേപിക്കാൻ എല്ലാവർക്കും
ഒരു വ്യക്തിപരമായി തന്നെയാണ് ആക്ഷേപിക്കുന്നത്. സാമൂഹികമായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. നന്നായിട്ട് ആക്ഷേപിച്ചിരിക്കും. സമൂഹത്തെ ആക്ഷേപിച്ചില്ല, സമൂഹത്തിന്റെ തിന്മയെ ആക്ഷേപിക്കുന്നു. കുട്ടികളെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റിനെയാണ് ആക്ഷേപിക്കുന്നത്. കുട്ടികൾ ചെയ്ത തെറ്റിനെ ആക്ഷേപിക്കാം. നീ ആ ചെയ്ത പണി ശരിയായില്ല എന്ന് പറയാം, ഇത് ശരിയല്ല എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോ എന്താ ചെയ്യല്? ഇതൊന്നും നന്നാവുക, ഇതെങ്ങനെ നന്നാവുക? തെമ്മാടി തെമ്മാടി എന്ന് പറയുന്നത് ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. ആ കുട്ടിയെ ആക്ഷേപിക്കരുത് എന്ന് വെച്ച് കുട്ടി ചെയ്ത തെറ്റ് അങ്ങനത്തെ പണിക്കുമ്പോ കുട്ടികൾ ചെയ്യണേനെയാണ് അത് താരല്ല. അങ്ങനെയല്ല, നീ ആ ചെയ്ത പണി എന്തായില്ല, ഈ പിഞ്ഞാതെ എന്റെ അടുത്തുണ്ടായ സ്വഭാവം അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ ഒരിക്കലും അങ്ങനെ ചെയ്യട്ടെ, ഞാൻ ഇതൊന്നും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്കൊക്കെ നമ്മൾ ദിവസം പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അന്റെ അടുത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടാ. നമ്മളെ എത്രയാണ് മനസ്സുകൊണ്ട് തളർന്നു പോയില്ലേ. ആ ഒരു സംഭവം നമ്മളിൽ നിന്ന് ഉണ്ടായതിനെ നമ്മള് ചെറിയതായിരുന്നിട്ട് പോലെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വീട്ടികൾ അന്റെ അടുത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവും ഞാൻ കേട്ടില്ല. ഞാൻ ചെയ്തത് ശരിയായില്ല. കാരണം അന്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവും ഞാൻ കേട്ടില്ല എന്ന് പറയാൻ ഞാൻ വളരെ ഉഷാറാണെന്നാ പറഞ്ഞത്. പക്ഷെ ആ പ്രവർത്തനം മോശമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഉഷാറ് നിലനിർത്താൻ ആ പ്രവർത്തനത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുക. ഈ രൂപത്തിലാണ് നമ്മൾ വീണ്ടും കുട്ടികളെ അതോടൊപ്പം തന്നെ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ പേഴ്സണലായി തന്നെ അവർക്ക് എന്ത് കൊടുക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. എന്തെങ്കിലും നന്മ ചെയ്താൽ അവരെ സ്വകാര്യം വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ല, സ്വകാര്യം വിളിച്ചുകൊണ്ട് ഒന്ന് വിശാലമാണ്. ക്ലാസ് പറയുന്നതിന് പുറമെ അവരെ സ്വകാര്യം വിളിച്ചിട്ട് ഞാൻ ക്ലാസ് അതെന്തുണ്ടാക്കി തരും? കുട്ടികളുമായി നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട്, ഒരു അടുപ്പം ഉണ്ടാക്കി തരും. അങ്ങനെ അടുപ്പം ഉണ്ടായാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അവരിലൂടെ നടപ്പാക്കാൻ നമുക്ക് ഇന്റിമസി ഉണ്ടാക്കുക. ഇന്റിമസി ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ കുട്ടികളും ഏതോ ഒരാൾ പറയുന്നതിനേക്കാൾ ഏറെയാണ് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ. അപ്പൊ കുട്ടികളുമായിട്ട് ഇന്റിമസി ഉണ്ടാക്കിയെടുക്കാൻ, ഈ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആവശ്യമായ കാര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്, അനാവശ്യമായ കാര്യം എന്ന് അല്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്റിമസി ഉണ്ടാക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മളുടെ ദൂരപരിധി ലംഘിച്ചുകൊണ്ടുള്ള ഇന്റിമസി എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇല്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വിഷയം നമ്മളെപ്പോഴും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. ഭാവങ്ങൾ 3 രീതിയിലുണ്ട്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞതാണ്. ഇതിൽ പറയാൻ പറയുന്നത് PAC അല്ലെ, പാരന്റൽ ഈഗോ സ്റ്റേജും അഡൾട്ട് ഈഗോ സ്റ്റേജും ചൈൽഡ് ഈഗോ സ്റ്റേജും നേരത്തെ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കാണില്ല. അവിടെ നമ്മൾ വിനയഭാവം, പക്വഭാവം, ചൈൽഡ് ഭാവം വേണം. അതാണ് ഇവിടെയും ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ അധ്യാപകരാകുമ്പോൾ നമുക്ക് വിനയഭാവം കൂടുതൽ ഉണ്ടായിരിക്കണം. ചൈൽഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളോട് സംവദിക്കാനും അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് അവരെ പരിഗണിക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മൾ കുട്ടികളോട് ചോദ്യം ചോദിക്കുമ്പോഴാണെങ്കിലും കുട്ടികളെ ശിക്ഷിക്കുമ്പോഴാണെങ്കിലും എല്ലായിടത്തും തന്മയത്വം കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. അവരുടെ ആ സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രവർത്തിക്കുക, അതിനനുഗുണമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ എന്നിടത്താണ് എന്ത് ചെയ്യുന്നത്. ഉദാഹരണം പറയാം, നമ്മൾ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞു. നമ്മളൊരു ഒറ്റ ബുക്കിൽ എന്ത് ചെയ്തു, നാളെ 100 വട്ടം എഴുതി, നാളെ വരുമ്പോ 100 വട്ടം എഴുതിയിട്ട് വന്നോളുണ്ട്. വലിയ ദിവസം വന്നപ്പോൾ ചെയ്തു 30 വട്ടം എഴുതി കൊണ്ടുവന്നു. അത്രയും എഴുതാൻ സമയം. ഷുഗർ ഇല്ലാത്തവരൊക്കെ ചെയ്തു അധികം
ആ അവരോട് നെല്ലുകയിൽ കൂത്തോളിന്ന് പറഞ്ഞത് പരിപാടിക്ക് 5 ഉസ്താദുമാരെ കുറവുണ്ട്. അവരോടുള്ള ദേഷ്യം നമ്മള് എന്ത് ചെയ്യാം, വെള്ളം കുടിച്ചുകൊണ്ട് ഓരോ ജീവിതത്തിൽ നമ്മൾ തന്നെ കുടിച്ചാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ വിനയഭാവവും പക്വഭാവവും നമ്മളിൽ നിന്ന് ഉണ്ടാകണം. വിനയഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഉദാഹരണം സാധാരണഗതിയിൽ ഞങ്ങൾ പറയാറുള്ളത്, മുപ്പത്തിഷ് ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഉസ്താദ് ഉണ്ടാകുന്ന ഭാവം എന്നാണ്. മനസ്സിലായോ? മുപ്പത്തിഷ് ഉസ്താദ് മദ്രസയിൽ വരുമ്പോൾ സദർ ഉസ്താദിനും മറ്റു ഉസ്താദുമാർക്ക് ഉണ്ടാകുന്ന ഒരു ഭാവം ഉണ്ട്. അവരെ സദർ ഉസ്താദൊക്കെ എങ്ങനെയൊക്കെ അല്ലെ, മുപ്പത്തിഷ് ക്ലാസ്സിലുള്ള ക്ലാസ്സിൽ കയറിയ പിന്നെ ഉടഞ്ഞു, പിന്നെ നമ്മളെന്തായി അതാണ് ഇത് വിനയഭാവമാണ്. കാരണം നമ്മുടെ സുപ്പീരിയർ അതോറിറ്റി വരുന്ന സമയത്താണ് നമുക്ക് ആ വിനയം കാണിക്കാൻ കഴിയുന്നത്. അത് കുട്ടികളുടെ മുമ്പിൽ കൂടി ഉണ്ടാകണമെന്നാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് ഉണർത്തുന്നത്, മുപ്പത്തിഷ് വരുമ്പോ നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിലേക്ക് ചെല്ലുന്നത് ആ രൂപത്തിലായിരിക്കണം നമ്മൾ എല്ലായ്പ്പോഴും ക്ലാസ്സിലേക്ക് ചെല്ലേണ്ടത്. അല്ലാതെ മുപ്പത്തിഷിനെ പോലെ ക്ലാസ്സിലേക്ക് ചെയ്യരുത്. മുപ്പത്തിഷ് പക്വഭാവത്തിലാണ് ആ ഒരു ഞാൻ മുപ്പത്തിഷാണെന്ന് അങ്ങനെ തന്നെ വരുമാണ്, അല്ലെങ്കിൽ മുമ്പിലാവുള്ളൂ. മറ്റേത് മുപ്പത്തിഷ് വന്നതിന് തോന്നുന്നത് പക്വഭാവം ഉണ്ടായിരിക്കണം. പിന്നെ ചിലതൊരു പിതൃഭാവമാണ്, അഥവാ ഗൗരവഭാവമാണ്. അതിൽ പോലീസ് ഭാവം എന്നാണ് നമ്മൾ പറയുന്നത്. പോലീസ് ഭാവം, പോലീസ് ഭാവം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഗൗരവമാണ്. അത് ചില സമയത്ത് മാസ് അസംബ്ലി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ മാസ് അസംബ്ലി വിളിക്കണം. ആ സമയത്ത് സദറുസ്താദിന്റെ ഭാവമായിരിക്കും പോലീസ് ഭാവം. ഇവിടെ പ്രശ്നം ഉണ്ടായിട്ട് രണ്ട് കുട്ടികളെ സദറുസ്താദിനെ കൊണ്ടുവരികയാണ്. പ്രശ്നം ഉണ്ടായിട്ട് സദറുസ്താദിനടുത്ത് ക്ലാസ് ഉസ്താദ് രണ്ട് കുട്ടികളെ കൊണ്ടുവരികയാണ്. അപ്പോൾ സദറുസ്താദ് ഉണ്ടായിരിക്കേണ്ട ഭാവം ഏതാണ്? പോലീസ് ഭാവമാണ്, ഗൗരവ ഭാവം ഭാവമാണ്. അവിടെ നമ്മളിങ്ങനെ അതിങ്ങനെ രണ്ടാളും തല്ലുകൂടി ഭയങ്കര അത് ശരി തല്ലിപ്പില്ലേ, അത് വലിയ കാര്യപ്പെട്ട് കുട്ടികളെ കൊണ്ടുവരും. അപ്പൊ നമ്മളിങ്ങനെ അവരെ ഇതിനെക്കുറിച്ച് വിഷയപ്പെടാൻ കൊണ്ടത് പിന്നെ മേലാല അവസ്ഥ കൊണ്ടുവരും അവിടുത്തെ കൈകാര്യം അല്ലേ. കാരണം എന്താ വില്ലേജ് കുറിച്ചെത്തൂല, സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാണെങ്കിൽ സ്റ്റേഷനിൽ എന്ത് ചെയ്യും, ഒതുക്കും നമ്മളിതാക്കി. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം, ഒരു ഗൗരവ ഭാവം കാണിക്കാൻ നമുക്ക് കഴിയണം. ചില സമയങ്ങളിലെല്ലാം ഗൗരവഭാവം നമ്മൾ കാണിക്കണം. ഏതൊക്കെ സമയത്താണ് ഗൗരവഭാവവും പക്വഭാവവും വിനയഭാവവും ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ക്ലാസ് റൂമുകളിൽ നമ്മൾ കാണിക്കേണ്ടത് വിനയഭാവമാണ്. മറ്റുള്ള അധ്യാപകർക്കിടയിൽ സദർ കാണിക്കേണ്ടത് പക്വഭാവമാണ്. അടി പ്രശ്നം ഉണ്ടാകാൻ പാടില്ലട്ടോ. അപ്പിന് അടിയുന്നുണ്ടാവില്ല, അപ്പിന് അടിയുന്നുണ്ടാവില്ല. പ്രശ്നമായിട്ട് വരുന്നോടത്താണ് ഞാൻ പറഞ്ഞത്. അടി ഉണ്ടാകാൻ തന്നെ പാടില്ല വിനയഭാവമാകുമ്പോഴാണ്. അതിന് ചോദിക്കുന്നിടത്തൊക്കെ ഇഷ്യൂ ഉണ്ട്. നമുക്കിപ്പോ നേരം വൈകി വരുന്ന ഒരു കുട്ടി, ഫോർ എക്സാമ്പിൾ നേരം വൈകി വരുന്ന ഒരു കുട്ടിയോട് നമുക്ക് എങ്ങനെ ചോദിക്കാം? ചില സമയത്തൊക്കെ നമ്മൾ എല്ലാ രീതിയിലും പെരുമാറും. ചിലപ്പോൾ കുട്ടിയെ കയറി വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചോദിക്കാം? കുട്ടിയോട് എന്താണ് നേരം വൈകിയതെന്ന് ചോദിക്കാം, അല്ലെ എന്റെ വൈകിയെന്ന് ചോദിക്കാം. അങ്ങനെ വൈകിയതെന്ന് ചോദിച്ച് നല്ല നിലയിലൊക്കെ ചോദിച്ചിട്ട് റെഡിയാകുന്നില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എത്തിയേണ്ടി വരും പക്വഭാവത്തിലേക്കും. അത് കഴിഞ്ഞാൽ പരുഷഭാവത്തിലേക്കും നമ്മൾ എത്തിയേണ്ടി വരും. ഒന്നും മാറി പിടിക്കേണ്ടി വരും. എല്ലായിടത്തും ഒരേ വിനയഭാവം പറ്റും എന്ന് അഭിപ്രായമില്ല. പക്ഷെ ഇതൊക്കെ ആവശ്യാനുസരണമേ പാടുള്ളൂ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്ന തരത്തിലേക്ക് പോകരുത് എന്ന് മാത്രം. ഏറ്റവും അവസാനമായി പറയാനുള്ള ഒരു കാര്യം, ഒരു അഭ്യാസമാണ്. നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഒരു മദ്രസയിൽ ജോലി ഏറ്റെടുത്താൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ അതൊന്ന് എഴുതി വെച്ചു. ഒരു മദ്രസയിൽ ജോലി ഏറ്റെടുത്താൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? പുതുതായിട്ട് അടുത്ത വർഷങ്ങൾ നിങ്ങളോട് നോക്കാൻ നമ്മൾ മാറണം, സങ്കല്പത്തോട് മാറാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പുതുതായി ഒരു മദ്രസയിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സമയത്ത് ആദ്യമായി നിങ്ങൾ എന്തായിരിക്കും?
നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ എഴുതിയാൽ മതി. ശരിക്കും ക്ലാസ്സിൽ പേന കൊണ്ടുവരാത്ത സമ്മാനം ചെയ്യണം, കുട്ടികളെ ഇഷ്ടംപോലെ ശ്രമിക്കണം. എന്റെ പേരുള്ളവരൊക്കെ ഒരു പേരുള്ളവർക്ക് ഒരു പേരില്ലാത്തവർക്ക് കുറിച്ച് എഴുതി. ഞാൻ ചോദിക്കൊന്നുമില്ല എന്താ എഴുതിയത്, അവസാനങ്ങൾ അതിനെ കുറിച്ച് സമ്മതം തരും. അപ്പോഴാണ് അത് പൊടിയ. ഒറ്റയിൽ പേരെന്തെങ്കിലും എങ്ങനെയില്ല അതവിടെ പക്വമായി കൈകാര്യം ചെയ്തു. ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല. പള്ളിക്ക് ചെറുതായി ഒരുക്കിയിട്ടുണ്ട്, അതിന്റെ ആളുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നത് കഴിഞ്ഞാൽ ഇത് ശാന്തമാണ്. എന്നാ എനിക്കൊക്കെ പറയാം, അതിനൊക്കെ ഇരിക്കുന്ന ആഗ്രഹം ആദ്യമേ പറ്റൂല. ആണല്ലോ നമ്മള് ഒന്നാം ക്ലാസ് കുട്ടികളൊക്കെ എന്തുണ്ട് സ്വഭാവം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സുഭിതരായി വരുന്ന ഒരു രക്ഷിതാവിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും മയപ്പെടുത്തുക? ചൂടായി വരികയാണ് രക്ഷിതാവ്, എന്തായിരിക്കും നിങ്ങളുടെ രീതിയിലുള്ള പ്രതികരണം? എങ്ങനെയാണ് അയാളെ മയപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത്. സുഭിതരായി നിങ്ങളുടെ രക്ഷിതാവ് ഓരോട് നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത്? മൂന്ന് ഭാവത്തോട് വെച്ച് ഏതു ഭാവത്തിലായിരിക്കും നമ്മൾ സുഭിതരായി വരുന്നവരാണ്? അത് ഞങ്ങളോട് ചോദിച്ചു. ഏതിലാണ് നിങ്ങൾക്ക് പറയാം, ഇതിലേത് ഭാവമാണ്? കാരണം അങ്ങനെ ചില അവസരങ്ങളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ പറ്റിട്ടോ അല്ലെങ്കിൽ കിട്ടാത്തതിനോ എന്തെങ്കിലും ഒരു കാരണത്തിന് ദേഷ്യം പിടിച്ചിട്ട് രക്ഷിതാവിന് വരികയാണ്. അയാൾ നമ്മൾ പ്രതികരിക്കുന്നത് ഏത് ഭാവത്തിൽ? ആ വിനയഭാവം ഉറപ്പാണ്. ഇങ്ങനെ വന്നിട്ട് റൈസ് ആവുകയാണ്, തലന്റെ മുട്ടിങ്ങനെ നീറ്റാണ് നമുക്ക്. അപ്പൊ നമ്മൾ വിനയഭാവത്തിൽ അവരോട് പെരുമാറുന്നതാണ് എങ്കിൽ അത് തെറ്റാണ്. ഏത് ഭാവത്തിലാണ്? പക്വഭാവത്തിലാണ്. വിനയഭാവത്തിൽ അവിടെ പെരുമാറിയാൽ അവരെ നാം ഇകഴ്ത്തുന്നതിനാണ്. നിങ്ങളൊന്നും അതൊക്കെ ഒരു പ്രശ്ന, ഒരു തല്ലിയും പ്രശ്നം. നിങ്ങളൊന്നും പറഞ്ഞാൽ പക്വമായ ഭാവം. പക്വമായ ഭാവം. അനേഭാവം ടൈമിലേക്കാണ് വരുന്നത്. ടൈമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഭാവം മാറിയില്ലേ, പറഞ്ഞോട്ട് മാറിയില്ലേ, ആയിക്കോട്ടെ. അതുകൊണ്ട് ഭാവം മനസ്സിലായിട്ടാണ്. ചൈൽഡ് ഈഗോയിലേക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിസ്സാരമായി കാണുന്നതാണ്. അത് ചൈൽഡിന്റെ പ്രത്യേകത എന്താ? ഒരു കാര്യത്തിൽ ഒരു ഗൗരവവും ഉണ്ടാവില്ല, ഒരു കാര്യവും ഉണ്ടാവില്ല. അവരെന്തിലായിരിക്കും എല്ലായ്പ്പോഴും അതൊരു കഠിനമാക്കിയായിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിനയമാണ് അവരത് കാണിക്കുക. വിനയഭാവം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ താഴ്ന്നു പോകുന്നു. ഒരു എട്ടാമത് ആ വിനയഭാവത്തെ അവിടെ വേണ്ടത് എന്താണ്? പക്വമായ ഭാവം. ആ പക്വമായ ഭാവമാണ് നിങ്ങൾ പറഞ്ഞത്. അയാൾ ഇന്ന് വിജയം നമ്മൾ പകുതി വിജയിച്ചു. അയാൾ ഇൻകം ചെയ്യുന്നതാണ് നമ്മൾ പകുതി വിജയം. അപ്പൊ ആ രൂപത്തിൽ പക്വഭാവത്തിലാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇടപെടേണ്ടത്. ഇനി മദ്രസ നിലവാരം കുറവാണ് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന നാട്ടുകാരുടെ ധാരണ നിങ്ങൾ എങ്ങനെയായിരിക്കും മാറ്റിയെടുക്കുക എന്നതാണ്. ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. മദ്രസ നിലവാരം കുറവാണ് എന്ന് പറയുന്ന നാട്ടുകാരുടെ ധാരണ എങ്ങനെയാണ് നിങ്ങൾ മാറ്റിയെടുക്കുക? അത് നിങ്ങൾ സ്വയം എന്ത് ചെയ്യേണ്ടതാണ്? കുറിപ്പ് തയ്യാറാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ശരിക്കും കുറിപ്പ് തയ്യാറാക്കി വാങ്ങണമെന്നൊക്കെയാണ്. എനിക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കി സ്വയം വിലയിരുത്തിയാൽ മതി. നിങ്ങളുടെ ക്ലാസ്സിലെ മദ്രസയുടെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം
മോശമാണ് എന്ന് നാട്ടുകാർക്ക് ഒരു ധാരണ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ധാരണ മാറ്റിയെടുക്കാൻ നിങ്ങൾ എന്താണ് അത് സ്വയമായി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് എഴുതേണ്ടതും അത് നടപ്പിലാക്കുവാനുള്ള ശ്രമവുമാണ്. നാലാമത്തെ ഒരു കാര്യം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ സഹകരണം. ഇതിലെ ഏത് ഭാവം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുന്നു. അതിൽ കാര്യമായിട്ട് സദർഭങ്ങളോടാണ് ആ ചോദ്യം. നിങ്ങളുടെ കൂടെയുള്ള ജോലി ചെയ്യുന്നവരുടെ സഹകരണം ഇതിലെ ഏത് ഭാവം ഉറപ്പുവരുത്താൻ. ഇത്രയുമായ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഇവിടെ അവസാനിക്കും. 4 മണിക്ക് അവസാനിക്കണം എന്നാണ്. സഹപ്രവർത്തകരുടെ സഹകരണം എങ്ങനെയാണ് സദർമുഖി ഉറപ്പുവരുത്തുന്നത്? ഈ 4 അഭ്യാസങ്ങൾ നിങ്ങൾക്ക് ചെയ്യാറുണ്ട്. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ പ്രതികരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി വരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.